ഹലോ, ആ ഞാനാ. ആ ഇല്ല, പറഞ്ഞോ. അത് അകത്തുണ്ട്. ആ പ്ലീസ് ഒന്ന് വന്നേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ അമ്മയോട് പറയേണ്ടത്? എന്തായാലും ഞാൻ അമ്മയോട് പറയാം. ഓക്കെ, എന്ത് വിശേഷം ഉണ്ടെങ്കിലും നീ ആരോടാടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു? സാറേ, എന്റെ ഫോൺ കിട്ടാ സാറേ. നീ ഞങ്ങളെ ഒറ്റ കൊടുക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി നിന്നെ കൊണ്ട് തന്നെ ഞാനെല്ലാം പറയിക്കാം. സാർ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഈ വീട്ടിൽ ജോലിക്കില്ല ഞാൻ വന്നത്. നിങ്ങൾ അടിമയൊന്നും അല്ലല്ലോ. നീ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആരോടാ വിളിച്ചു പറയുന്നത്? നീ ജാനറ്റും കൂടി പ്ലാൻ ചെയ്തല്ലേ ഇവിടെ ഇതെല്ലാം നടത്തിയത്? എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ആനിയമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാ. അതിലപ്പുറം ഞാൻ ഒരു കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. നിങ്ങൾക്ക് എന്നെ ഏതെങ്കിലും തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ടേക്ക്. നിർത്തടി, നിന്നെ ഞാൻ പറഞ്ഞു വിടുന്നുണ്ട്. അതങ്ങ് പരലോകത്തേക്കാ. പറയടി, ജാനറ്റ് എവിടെ ഉണ്ട്? നീ പറയത്തില്ലല്ലേ? നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ അറിയാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല. നീയും ജാനറ്റ് വലിയ സ്നേഹത്തിലായിരുന്നല്ലേ. അവളിപ്പോ എവിടെ ഉണ്ട്? എനിക്കറിയാത്തൊരു കാര്യത്തെ കുറിച്ച് ഞാൻ എന്താ പറയാ? നിനക്കെല്ലാം അറിയാം. ജാനറ്റ് നിനക്ക് നല്ലൊരു തുക ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ നീ ഒന്നും പറയാത്തത്. നിന്റെ സ്വപ്നങ്ങളൊന്നും സാധിക്കാൻ പോകുന്നില്ല. നിന്നെ ഞാൻ ഇന്നത്തോടുകൂടി ഈ ലോകത്തുനിന്ന് പറഞ്ഞേക്കും. എന്നെ വിഡ്ഢിയാക്കിയിട്ട് ഒരുത്തിയും സുഖിച്ച് വാഴാനൊന്നും വിചാരിക്കുന്നു. എന്നെ കൊന്നാൽ നിനക്ക് സമാധാനമെങ്കിൽ അങ്ങനെ ചെയ്തേക്ക്. നീ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്ത് ചെയ്താലും നീ ഒന്നും പറയത്തില്ലെന്നല്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലല്ലോ. നീ ഇനി ഇങ്ങനെ ഉരുണ്ട് കളിക്കാതെ സത്യം പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. പറ, ജാനറ്റ് എവിടെ ഉണ്ട്? അത് മാത്രം പറഞ്ഞാ മതി. ഞാൻ ഇത്ര നേരം പറഞ്ഞതൊക്കെ സത്യമാ. ഇനി നോണ പറയണമെങ്കിൽ പറയാം. ജാനറ്റ് എറണാകുളത്തുണ്ട്. സത്യമാണോടി? നിങ്ങളുടെ അടിയെ പേടിച്ച് ഞാൻ പറയുന്നതാ. നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കുക ചെയ്യാം. എറണാകുളത്ത് എവിടെയാടി? അതൊന്നും എനിക്ക് അറിയത്തില്ല. എന്നെ കളിയാക്കുന്നോടി. നീ എന്നെ കള്ളം പറഞ്ഞ് വട്ടം കറക്കാന്ന് വിചാരിച്ചു അല്ലേ? നിന്നെ ഞാൻ വിടത്തില്ലടി. ഇപ്പൊ നീയാ എന്റെ കയ്യിലുള്ള ഏക പിടിവള്ളി. നിന്നെ കൊണ്ട് രഹസ്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കും. സത്യം പറഞ്ഞ നീ എന്നും എന്റെ കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇന്നത്തോടെ നിന്റെ കാര്യം കഴിയും. മരിയ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. നീ എങ്ങോട്ടാ? ഞാൻ പോവാ. ഇനി ഈ വീട്ടിൽ നിന്ന് അയാളെന്നെ കൊല്ലും. നീ എന്താ മരിയ ഈ പറയുന്നത്? റോണി അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞെന്ന് വിചാരിച്ച് അത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കണോ? ജാനറ്റിനെ ഒളിപ്പിച്ചിരിക്കുന്ന ഞാനാണെന്നാ പറയുന്നത്. ഞാൻ ഈ വീട്ടിൽ വന്നത് ആനിയമ്മയുടെ നഴ്സായിട്ടാ. ഈ വീട്ടിലെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെട്ടിട്ടുമില്ല. അതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. റോണി എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ അതിൽ വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. റോണിയെ ജാനറ്റ് ചതിച്ച കാര്യം അറിയാലോ. പണവും സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട ഈ അവസ്ഥയിൽ ആരുടെയാണെങ്കിലും സമനില തെറ്റിപ്പോവും. അതിന് കണ്ണി കാണുന്നവരോടെല്ലാം മെക്കിട്ട് കയറുകയാണോ വേണ്ടത്? നീ ഒന്ന് ക്ഷമിച്ചു കള മരിയ. ഇത്രയും ദിവസം ഈ വീട്ടിൽ നിന്നതല്ലേ, ഇനി കുറച്ചു ദിവസം കൂടെ നിൽക്ക്. ഇല്ല, ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇവിടുന്ന് പോണെന്ന് വിചാരിച്ചതാ. അപ്പോഴൊക്കെ ആനിയമ്മയുടെ അവസ്ഥ ഓർത്തപ്പോ പോവാൻ തോന്നിയില്ല. ഇനി എനിക്ക് വയ്യ, എനിക്ക് പോണം. പോയേ പറ്റൂ. നീ പോവണമെന്ന് ആനിയമ്മയോട് പറഞ്ഞോ? ഇല്ല. അപ്പൊ അത്രയ്ക്ക് സ്നേഹം നിനക്ക് ആനിയമ്മയോടുള്ളല്ലേ? നീ പോകുന്നെങ്കിൽ പറ്റോ, പക്ഷെ ആനിയമ്മയോടൊന്ന് പറഞ്ഞിട്ട് പോ. അവരല്ലെങ്കിൽ നിന്നെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ശരി.